പ്രതിപക്ഷത്തിന്റെ നിയമ പോരാട്ടം കൊണ്ട് ഗുണമുണ്ടായി എന്ന് റോണി പറഞ്ഞു. അങ്ങനെ പ്രതിപക്ഷത്തിന്റെ നിയമ പോരാട്ടം കൊണ്ട് ഗുണമുണ്ടായി എന്ന് പറയുന്ന ഒരു കേസ് ആഴക്കടൽ ഈ പറഞ്ഞതുപോലെയാണ്. അതവിടെ നിൽക്കട്ടെ, ഒരെണ്ണം പറഞ്ഞു തരാമോ? ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് ഞാൻ ഇവിടെ പറയട്ടെ. അതായത് ഇവിടെ ഞങ്ങൾക്ക് വിഷയങ്ങൾ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയുള്ളൂ. ഗവൺമെന്റ് ഏജൻസികൾ കൊണ്ടുപോകുന്നവർക്ക് അത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. നോ നോ നോ, ശരിയല്ല. അത് ശരിയായ ആറ്റിറ്റ്യൂഡല്ല. നിങ്ങളുടെ ജോലി, നിങ്ങൾ ആരോപണം ഉന്നയിച്ച് കോടതിയിൽ പോയാൽ അത് തെളിയിക്കേണ്ട നിങ്ങളാണ്, അല്ലാതെ മറ്റാരുടെയും ചുമതലയല്ല. അതിനർത്ഥം അത് തെളിയിച്ചില്ലെങ്കിൽ നിങ്ങൾ തോറ്റു. നിങ്ങൾ പറഞ്ഞ വാദം കളവാണ്, ശുദ്ധ തോന്നിയാസമാണ്, അസംബന്ധമാണെന്ന് തന്നെയാണ്. ഏജൻസികൾ ഞങ്ങളിലാണോ? ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ, കേരള പോലീസ് ഉൾപ്പെടെ, വിജിലൻസ് ഉൾപ്പെടെ ഇതിനകത്ത് ഈ പല കേസുകളിലും അന്വേഷണം നടത്തുന്ന അന്വേഷണ ഏജൻസികൾ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, ഞാൻ വി എസ് അച്യുതാനന്ദൻ്റെ ഒരു കേസ് പറയാം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ നിയമ പോരാട്ടം നടത്തി ഓൺലൈൻ ലോട്ടറി ചൂതാട്ടം അവസാനിപ്പിച്ചത് റോണിക്ക് അറിയുമോ? അന്നും ഈ ഏജൻസികളൊക്കെ അപ്പുറത്തുണ്ടായിരുന്നു. അതാണ് ഫൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ച ഈ പബ്ലിസിറ്റി ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് ഒരു മറുപടി ഞാൻ കേൾക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ പ്രതിപക്ഷം അല്ലെങ്കിൽ കോടതിയിൽ പോയി വിമർശനം ഏറ്റുവാങ്ങി. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് എവിടെ പോയി ചർച്ച ചെയ്തു. കൈരളി TV എത്രയോ തവണ ചർച്ച ചെയ്തു. കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഒന്ന് പറയാൻ എനിക്കറിയാൻ ഈ കേരളത്തിലെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ അറിയാനുള്ള ആഗ്രഹമുണ്ട്. മുഴുവൻ പ്രതികളും ആ കേസിൽ അറസ്റ്റ് ചെയ്ത മുഴുവൻ പ്രതികളും ഇപ്പോൾ ജാമ്യം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നതാണ്. ഇത് അറിയുന്നില്ല എന്നൊക്കെ ഭാവിച്ച് റോണിക്ക് അഭിനയിക്കാൻ അല്ലെങ്കിൽ പറയാൻ എളുപ്പമാണ്. കേരളത്തിന്റെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ്. ആ കോടതി നോക്കുന്നുണ്ടെന്നേ, അവിടെ തീരും ഇത്രയും നേരം പണിപ്പെട്ട് പറയുന്ന ആർഗ്യുമെന്റ്.